ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് എൻ്റെ വീടിനടുത്തുള്ള സ്വസ്തി പകൽ വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. ഇവിടെ നല്ലൊരു ഓപ്പൺ ജിമ്മും കൂടിയുണ്ട്. നല്ലൊരു മനോഹരമായൊരു സ്ഥലമാണിത്. അപ്പം ഇവിടെ എനിക്ക് പരിചയമുള്ള ചേച്ചിമാരൊക്കെ കാണാനിടയായി. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് കയറിയത്. അപ്പം ഇവരോട് ഞാൻ ചോദിച്ചു വീഡിയോ എടുത്തോട്ടേന്ന്. അപ്പോൾ ഇവർക്ക് സന്തോഷം. അപ്പം എനിക്കും വളരെയധികം സന്തോഷമായി. എനിക്കറിയാവുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഇവർ ഇന്നൊരു ക്ലാസ്സിന് പോവുകയാണ്. ഇന്ന് ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനമായതുകൊണ്ട് ഇവർക്ക് കാഞ്ഞങ്ങാട് വെച്ചൊരു ക്ലാസ് ഉണ്ട്. അതിന് പോകാൻ വേണ്ടിയാണ് ഇപ്പം ഇവർ റെഡിയായി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവർ രാവിലെ 9 മണിയാകുമ്പോൾ വന്ന് വൈകിട്ട് 5 മണിയാകുമ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നത്. അപ്പം 60 വയസ്സ് കഴിഞ്ഞവരാണ് ഇവിടെ 60 വയസ്സ് കഴിഞ്ഞവരാണ് ഇവിടെ ഉള്ളത്. അതായത് ഇവിടെ വർക്കൗട്ട് ചെയ്യാനുള്ള സൗകര്യമുള്ളതുകൊണ്ട് ഇവർക്കിത് ചെയ്യാനൊക്കെ വളരെയധികം സന്തോഷമാണ്. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കും വളരെയധികം സന്തോഷമായി. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പ്രായമാകുമ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവസരം കിട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പം ഇവർ അതിൽ ഭയങ്കര സന്തോഷവുമാണ്. ഇതെനിക്കറിയാവുന്ന ഭവാനി ചേച്ചിയാണ്. അവർക്ക് ഈ വീഡിയോ പിടിക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമായി, എനിക്കും സന്തോഷമായി. അപ്പം നോക്കൂ കൂട്ടുകാരി, ഇവിടെ ഈ വർക്കൗട്ടും മുമ്പൊക്കെ ഞാൻ അതിരാവിലെ ഈ വർക്കൗട്ടൊക്കെ ചെയ്യാൻ ഇവിടെ വരുന്നുണ്ടായിരുന്നു. വയറ് കുറയാനും അങ്ങനെ നമുക്കൊരു സുഖം കിട്ടാനൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വരുന്നില്ല. അതിരാവിലെ ഇവിടെ ഒത്തിരി പേര് വന്നിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആണുങ്ങളൊക്കെ വന്നിട്ട് നല്ല എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പ് സൈക്ലിംഗ് ഒക്കെ ഞാൻ ചവിട്ടാറുണ്ടായിരുന്നു, നടക്കാനൊക്കെ പോകും. പിന്നെ ഇവിടെ നല്ല ഒരു സുന്ദരിയായ ഒരു അമ്മയും ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാനും ഒന്ന് ജസ്റ്റ് വന്നതില്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും ചെറിയൊരു വർക്കൗട്ട് ചെയ്ത് നോക്കി. ചെയ്യുമ്പോൾ വയറ് കുറയാൻ ഇത് തന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് ഇവിടെ വന്നിത് ചെയ്തപ്പോൾ. പിന്നെ നിങ്ങളും അങ്ങനെ ഇവർ പോകാൻ റെഡിയായിരിക്കുകയാണ്. പ്രായമായ ആളുകൾ നേരിടുന്ന അവഗണന, ചൂഷണം, അതിക്രമങ്ങൾ എന്നിവയ്ക്കെതിരെ സമൂഹത്തെ ബോധവൽക്കരിക്കാനും അവർക്ക് അന്തസ്സും സുരക്ഷിതവുമായ ജീവിതം ഉറപ്പാക്കാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. എനിക്ക് താറ്റ തന്ന് വളരെ സ്നേഹത്തോടെ പോവുകയാണ്.